ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ഇതാ കുട്ടികളുടെ സ്കൂളിൻ്റെ ആനുവൽ ഡേ വ്ലോഗാണ് കേട്ടോ. അവർക്ക് 3 ഡേയ്സിലായിരുന്നു ആനുവൽ ഡേ പ്രോഗ്രാംസ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഡേയിലായിരുന്നു കേട്ടോ പപ്പൂസിന് പ്രോഗ്രാം, അതായത് KG സെക്ഷന്. സെക്കൻഡ് ഡേയിൽ ഇതാ ഹൈമോൾക്കൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിതാ പപ്പൂസിൻ്റെ പ്രോഗ്രാംസൊക്കെ കാണാനായിട്ട് രാവിലെ എത്തിക്കണം കേട്ടോ. ഒരു 10 മണിക്കായപ്പോൾ ഇതാ സ്കൂളിൽ എത്തിക്കണം. 10:45 കേട്ടോ അവൻ്റെ ടൈം തന്നിട്ടുള്ളത് ഡാൻസിൻ്റെ. അപ്പോൾ കോസ്റ്റ്യൂം മാറ്റി കൊടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ വന്നതാണ് കേട്ടോ. 10 മണിക്കായപ്പോഴത്തേന് സ്കൂളിൽ എത്തിക്കണം. അപ്പോൾ സ്റ്റേജിൽ നല്ല അടിപൊളിയായിട്ട് പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനൊന്നും വോയിസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ കൊടുക്കുന്നില്ല. അത് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് തന്നെ അതിനൊന്നും മ്യൂസിക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സ്റ്റേജായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ KG പ്രോഗ്രാംസൊക്കെ കാണാനായിട്ട്. ഇന്നത്തെ ഡേയിൽ ഫുൾ KG ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രസം തന്നെ ആയിരുന്നു എനിക്ക് 2 ഡേയ്സിൽ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ പിന്നെ പപ്പൂസിൻ്റെ ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഓരോരോ കുട്ടികളിങ്ങനെ പ്രോഗ്രാംസിനനുസരിച്ച് അങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ചേഞ്ച് ആക്കുന്നുണ്ടായിരുന്നു. മേക്കപ്പൊക്കെ ചെയ്യുന്ന അതിലായിരുന്നു കേട്ടോ. പിന്നെ പപ്പൂസിന് അവൻ്റെ പരിപാടി ഏകദേശം ടൈം ആയിരിക്കണം. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്തു. അപ്പോഴേക്കും ആൻറ്റി ബിസ്ക്കറ്റും അതുപോലെ പാലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരിക്കപ്പോൾ ഈ ഒരു ടൈം സ്നാക്സ് ടൈമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവരാണ് കേട്ടോ മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഇവരുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കുട്ടീൻ്റെ അമ്മയാണ് കേട്ടോ. പിന്നെ പപ്പൂസിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇതായിരുന്നു, ബ്ലാക്ക് ഷർട്ട് ആൻഡ് വൈറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സെക്യൂറായിട്ട് വെക്കാനായിട്ട് ബെൽറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, നല്ല ടൈറ്റ് കിട്ടാനായിട്ട് മുണ്ടിന് അയഞ്ഞാലോ എന്ന് വെച്ചിട്ട് അതൊക്കെ വെച്ചിട്ട് ടൈറ്റ് ആക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആദ്യം ബ്ലാക്ക് ഷർട്ടിൻ്റെ ഉള്ളിലായിട്ട് ജസ്റ്റ് ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ നെക്കിൻ്റെ അവിടെ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഒന്ന് കാണുന്ന വിധത്തിൽ പിന്നൊക്കെ ചെയ്തിട്ട് വെക്കുന്നതായിരുന്നു കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ചേഞ്ച് ആക്കി വന്നപ്പോൾ ഇതായിരുന്നു കേട്ടോ ലുക്ക്. നല്ല രസമുണ്ടായിരുന്നു, മാസമായിരുന്നു. പിന്നെ അവരുടെ പ്രോഗ്രാംസിൻ്റെ ടൈം ആയപ്പോൾ മിസ് വന്നിട്ട് എല്ലാവരും ലൈനപ്പ് ആക്കിയിട്ട് കൊണ്ടുപോകുന്നായിരുന്നു കേട്ടോ സ്റ്റേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട്. പിന്നെ സ്റ്റേജിൽ നല്ല അടിപൊളിയായിട്ട് ഡാൻസിൻ്റെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഹൈമോളും ഓളുടെ ഫ്രണ്ട്സൊക്കെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഓരോ കൂടെ വന്നിരുന്നു കേട്ടോ. ഹൈനിക്കൊരു സീറ്റൊക്കെ ഒപ്പിച്ച് തന്നിങ്ങനെ. പപ്പൂസിൻ്റെ ഡാൻസൊക്കെ നല്ല രീതിയിൽ കാണാനായിട്ടും പിന്നെ ആണെങ്കിൽ നേരത്തെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമല്ലോ എന്ന് വെച്ചിട്ട് ഇരുന്നതായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെതാണെങ്കിൽ ആവുന്നേ ഇല്ലായിരുന്നു. കാരണം ഗസ്റ്റ് വരാനുള്ള ടൈമായി. അപ്പോൾ എല്ലാ പ്രോഗ്രാംസും നിർത്തി വെച്ചിട്ട് ഗസ്റ്റിൻ്റെ വെൽക്കം ചെയ്യലും പിന്നെ ഗസ്റ്റിൻ്റെ എൻട്രി, അതുപോലെ പിന്നെ ഓരോരോ സോങ്ങും പട്ടുമാലത്തെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു കേട്ടോ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഒരു 5-6 സോങ്ങോളം പാടിക്കണേ. നല്ല രസമുണ്ടായിരുന്നു സോങ്ങൊക്കെ കേൾക്കാനായിട്ട്. കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. നല്ല ചാടി കളിക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. ഒരു അടിച്ചു പൊളിച്ചിരിക്കണ ഏതായാലും. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് ഞാൻ പോയതായിരുന്നു കേട്ടോ പപ്പൂസിൻ്റെ എന്തായി നോക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റേജിൽ കയറാൻ നിൽക്കുന്നതായിരുന്നു കേട്ടോ അവർ. അപ്പോൾ പപ്പൂസിൻ്റെ ഡാൻസിൻ്റെ സോങ് വന്നിട്ട് ഉള്ളുള്ളേരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ്, അതേപോലെ ലുങ്കി ഡാൻസ് റീമിക്സ് ആയിരുന്നു. രണ്ടും കുറച്ച് ഓൾഡ് സോങ് തന്നെയാണ് കേട്ടോ. എന്നാലും ഇപ്പോഴും ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയും പോലെ ഡാൻസിന് പറ്റിയ അടിപൊളി സോങ് തന്നെയാണ് കേട്ടോ ഈ ഒരു 2 സോങ് ആണെങ്കിലും. നല്ല രസമുണ്ടായിരുന്നു. സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ ആ ഒരു DJ ഒക്കെ ആയിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളാണെങ്കിൽ സ്റ്റെപ്സ് ഒന്നും തെറ്റിക്കാതെ തന്നെ പഠിച്ച പോലെ തന്നെ കളിച്ചിങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കളിച്ചത് കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ ഓൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് പോകാൻ നിൽക്കുന്നതാണ് കേട്ടോ. ഓൻക്കാണെങ്കിൽ ഈ ഒരൊറ്റ പ്രോഗ്രാമേ ഉള്ളായിരുന്നു.
ഓന് നമ്മളെ കൂടെ കൂട്ടാനും പറ്റിയിട്ടില്ല കേട്ടോ. മിസ്സ് ഫുൾ പ്രോഗ്രാംസ് കഴിയാതെ വിടൂല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളവിടെ ഫുൾ പ്രോഗ്രാംസ് ഒന്നും കഴിയാൻ നിന്നിട്ടില്ലായിരുന്നു. പപ്പൂസിൻ്റെ കഴിഞ്ഞ പാടനെ ഇറങ്ങിയിരിക്കുന്നു കേട്ടോ. ഓൻ്റെ തന്നെ ഇതാ പറഞ്ഞതിനേക്കാളും ലേറ്റ് ആയതുകൊണ്ട് 10:45 പറഞ്ഞത് ഒരു 12:30 കേട്ടോ. 12:30 1 മണി ആയിക്കണ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ നിന്നാണെങ്കിൽ പോകാനും തോന്നുന്നില്ലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഫുൾ പ്രോഗ്രാംസ് കേട്ടോ. ഇന്നാണെങ്കിൽ KG സെക്ഷൻ ആയതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളെ കളി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സോയയുടെ വീട്ടിലുള്ളതുകൊണ്ട് മാത്രം ഞാൻ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ എൻ്റെ കൂടെ കസിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഓളും കൂടി ഇതാ പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കയറിയിട്ട് അവർ മിൽക്കൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞാണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ കയറിയതാണ് കേട്ടോ. ഹൈമോൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഷോപ്പിംഗ് ആണ് നാളേക്കൊക്കെ ഡാൻസിന് വേണ്ടിയിട്ടുള്ളത്. ജിമിക്കി കമ്മൽ അതുപോലെ ബാംഗിൾസ്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് വന്നിട്ട് ഇതാ ഗ്രീനും യെല്ലോ ആണ് കേട്ടോ. അപ്പോൾ അതിക്ക് മാച്ചായിട്ടുള്ളതാ ബാംഗിൾസൊക്കെ നോക്കുന്നതാണ്. പിന്നെ നെക്ലേസ് അതുപോലെ ഫൗണ്ടേഷന് അങ്ങനെ ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഇത് കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ ബസ്സിലായിരുന്നു കേട്ടോ തിരിച്ചു പോയിട്ടുള്ളത്. അങ്ങനെ അന്നത്തെ ഡേയിലെ വിശേഷങ്ങളൊക്കെ അത് അവിടെ തീർന്നു കേട്ടോ. ഇത് പിന്നെ നെക്സ്റ്റ് ഡേയിലാണ്, അതായത് ഹൈമോൾക്ക് ഡാൻസിലാന്ന് കേട്ടോ. ഓളെ പ്രോഗ്രാം ഇതാ ഉച്ചക്കായിരുന്നു. ഇന്ന് ഞാൻ രണ്ടാളും രാവിലെ തന്നെ പറഞ്ഞയച്ചിട്ടില്ലായിരുന്നു. ഞാൻ പോകുമ്പോൾ തന്നെ കൂടെ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് ഉച്ചക്കായതുകൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്നത് കസിൻ്റെ കൂടെ ആയിരുന്നു. ഓരോ മോനും മലബാർ തന്നെയാണോ പഠിക്കുന്നത്. ഹൈമോളുടെ ക്ലാസ് തന്നെ ആണനും. അപ്പോൾ രണ്ടാളെ പ്രോഗ്രാംസും ഏകദേശം ടൈം ഒപ്പം തന്നെയാണ് കേട്ടോ. അങ്ങനെ അമ്മായും അമ്മേൻ്റെ മകനും മരുമകളും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇതാ അങ്ങനെ സ്കൂളിലോട്ട് പോകുന്നതാണ്. പിന്നെ നമ്മൾ എത്തിയ ടൈം ഇതാ വെള്ളിയാഴ്ച ജുമാൻ്റെ ഒക്കെ ടൈം ആയതുകൊണ്ട് എല്ലാവരും ഇതാ പള്ളിയിലൊക്കെ പോയിട്ട് പ്രോഗ്രാമൊക്കെ നിർത്തി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലൊന്നും ആരും ഇല്ലായിരുന്നു. അങ്ങനെ നേരത്തെ ഹൈമോളുടെ ക്ലാസ്സിൽ പോയതാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ പാടേനാണ് കേട്ടോ ഇവരെ പ്രോഗ്രാം ഉള്ളത്. ഇവരെ ക്ലാസ്സിന് 2 പ്രോഗ്രാംസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഇതാ ബോയ്സിൻ്റെ ഡാൻസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഗേൾസിൻ്റെത്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ പാടേന് ഇതാ ബോയ്സിനാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ബോയ്സൊക്കെ ഇതാ റെഡി ആവുന്നതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്ത ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പള്ളിയിലൊക്കെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ പാടേന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇവരെ ഡാൻസ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വൈബായിരുന്നു. സ്റ്റേജിൻ്റെ ആ ഒരു ആംബിയൻസും മൊത്തത്തിൽ കളറായിരുന്നു. അങ്ങനെ ഓരോ ഡാൻസ് കഴിഞ്ഞ പാടരുത് നമ്മൾ വന്നിട്ട് ഗേൾസിനുള്ള മേക്കപ്പ് ചെയ്യലും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ബോയ്സിൻ്റെ ഡാൻസ് കഴിഞ്ഞ പാടന് പിന്നെ വേറെ എന്തൊക്കെ 2-3 പ്രോഗ്രാംസ് കഴിഞ്ഞിട്ടാണോ ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഗേൾസിൻ്റെ കംപ്ലീറ്റ് ലുക്ക് കേട്ടോ. ഡാൻസിനുള്ള അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും മാറ്റി ഒരുങ്ങി വന്നപ്പോൾ കേട്ടോ. ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ വന്നിട്ട് പിന്നെ ഗേൾസിൻ്റെ ടീം ഇതാ എല്ലാവരും കൂടി നിർത്തിയിട്ട് ഞാൻ ഫോട്ടോസ് ഇതൊക്കെ എടുക്കാമായിരുന്നു. അത് കഴിഞ്ഞ് അവർ ഇറങ്ങിയപ്പോഴത്തേന് ഇതാ സ്റ്റേജിൽ നല്ല അടിപൊളി അറബിക് ഡാൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു. പിന്നെ മീശ മാധവൻ്റെ ഒരു സോങ്ങൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചെറിയ മക്കൾ ഇങ്ങനെ കളിക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ ഇതാ ഒരു 2-3 പ്രോഗ്രാംസിന് ശേഷം പിന്നെ ഹൈമോളുടെ ടീംസിൻ്റെ ഡാൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഹൈമോളുടെ ക്ലാസ്സിൽ ഇതാ 16 ഗേൾസ് ആണ് ഉള്ളത്. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചിട്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു. ഇവളുടെ ഡാൻസിൻ്റെ സോങ് വന്നിട്ട് ഇതാ ഖുഷി എന്ന മൂവിയിൽ നിലാവേ വാ എന്നുള്ള ഒരു സോങ് ആയിരുന്നു. അങ്ങനെ പിന്നെ ഇതാ ക്യാമറ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഹൈമോളുടെ അടുത്ത് പോയിട്ട് ഡാൻസൊക്കെ ഉഷാറായിക്കണമെന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് അവൾ കളിച്ചിരിക്കണം. അടിപൊളി ഡാൻസൊക്കെ കഴിഞ്ഞു. ഉഷാറായിട്ടുള്ള കളിച്ചിരിക്കണം. അടിപൊളി. അങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് അടിപൊളി അതായിരുന്നോ? ഇങ്ങനത്തെ കോസ്റ്റ്യൂമൊക്കെ ചെയ്തേ കേട്ടോ. പിന്നെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഹൈമോൾക്ക് പോപ്കോൺ വേണം, അതുപോലെ പപ്പൂസിന് പഞ്ഞിമിഠായി എന്നൊക്കെ പറഞ്ഞാണ്ട് അതൊക്കെ വാങ്ങിക്കായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കുന്നതായിരുന്നു. അപ്പം അമ്മായി കണ്ടത് അമ്മായിനോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ്.
അങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ എല്ലാവരും കൂടി പോയിട്ടുള്ളത് ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷവർമാത്തിലായിരുന്നു പോയിട്ടുള്ളത്. ഇവിടുന്ന് നല്ല അടിപൊളി ഗ്രിൽഡ് ചിക്കനൊക്കെ വാങ്ങിച്ചു, അതൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ തിരിച്ചിതാ വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് കരുതുന്നത്. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.